Assalamualaikum guys, Jamee's cooking channel in the 5th recipe എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ചിക്കൻ പൊട്ടാറ്റോ ഡിഷ് ആണ്. സോ ഈ റെസിപ്പി കാണുന്നതിന് മുമ്പ് എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ബിക്കോസ് വി ആർ ഡൂയിങ് ദ റെസിപ്പി ഫോർ യു ഗൈസ്. സോ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് എൻ്റെ ഗ്രാൻഡ്മ കാണിച്ചതിനും ഇതൊരു വളരെ ടേസ്റ്റി ഡിഷാണ്. സോ ലെറ്റ് us go and see how to make this snack. സോ ആദ്യം നമ്മളിവിടെ രണ്ട് വലിയ പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല തിന്നായ സർക്കിൾ ഷേപ്സിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് രണ്ട് വലിയ പൊട്ടാറ്റോ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുക്കണം. അത് കളർ ചേഞ്ച് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളിവിടെ കഴുകിയെടുത്ത് വെള്ളം. സോ ഇത് ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുത്തിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. സോ നമ്മൾ പൊട്ടാറ്റോസ് ഫ്രൈ ചെയ്തെടുക്കുന്ന മുമ്പ് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. സോ ഇത് 350 ഗ്രാം ചെറുതായി കട്ട് ചെയ്ത ചിക്കനാണ്. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോ ഇതിന് ശേഷം 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം 1 ടീസ്പൂൺ സോയാ സോസും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ 1 ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ സ്പൈസ് പ്രിഫറൻസിൻ്റെ അനുസരിച്ചിട്ടാണ്. സോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. സോ ഇതെല്ലാം നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് വരെ ഇതൊന്ന് സൈഡാക്കി വെക്കാം. സോ ഇനി നമ്മൾ പൊട്ടാറ്റോസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോ ഇവിടെ ഞാൻ ഒരു പാന് ചൂടാക്കാൻ വെച്ചിന്. സോ ഇത് ചൂടായ ശേഷം നമ്മൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തെടുക്കാം. സോ ഇനി ഇത് നമ്മൾ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അധികം ഫ്രൈ ചെയ്യാൻ പാടില്ല, ഗോൾഡൻ ആവാൻ പാടില്ല. സോ ഇത് കുറച്ചേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുമ്പം ഇത് അങ്ങനെ ആയി കിട്ടുകയുള്ളൂ. ഇത് ഏകദേശം ഈ കളറിൽ ആയാൽ ഇതൊന്ന് നമ്മൾ പുറത്തെടുക്കണം. സോ നമ്മൾ പൊട്ടാറ്റോ എല്ലാം ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഇവിടെ സൈഡിലേക്ക് വെച്ചിന്. ഇനി നമ്മൾ ചിക്കൻ മസാല പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ഞാൻ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സെയിം പാനും സെയിം ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഓയിൽ ചൂടായതിന് ശേഷം
1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിൽ നമ്മൾ 5 ഗ്രീൻ ചില്ലി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേറ്റഡ് ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് 5 മിനിറ്റ് വരെ ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യണം. ഇത് ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ ബന്ധ് കിട്ടിക്കോളും. നമ്മൾ എക്സ്ട്രാ വാട്ടർ ഒഴിക്കേണ്ട ആവശ്യമില്ല. സോ ഇത് നോക്കിക്കോളൂ, ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ നമ്മൾക്കിത് ബന്ധ് കിട്ടിക്കോളും. സോ ഇത് നമ്മൾ 5 മിനിറ്റ് വരെ പൂട്ടി വെക്കാം. സോ നമ്മൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ഇതിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൽ 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 ചെറുതായി മുറിച്ച് വെച്ച സവാള, മീഡിയം സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതൊരു 3 മിനിറ്റ് വരെ വഴറ്റിയെടുക്കണം. വഴറ്റുന്നതിന് മുമ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കാം.
സോ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പകുതി ക്യാപ്സിക്കം നന്നായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിൻ്റെ ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നമ്മൾ മസാല തയ്യാറായി. ഇനി ഇതൊന്ന് സൈഡിലേക്ക് വെക്കാം. സോ നമ്മൾ സ്നാക്ക് ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിരിക്കുന്നതാണ്. ഇതിൽ നമ്മൾ ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് പാനിൻ്റെ എല്ലാ സൈഡ്സിലും സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത്. സോ ഇതിൻ്റെ ശേഷം നമ്മൾ പൊട്ടാറ്റോ ഇങ്ങനെ തന്നെ ഒരു ഓർഡർ ആയിട്ട് വെക്കണം. ഇത് നമ്മൾ ലെയർ ലെയർ ആയിട്ട് ആക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ തന്നെ ഈ ഓർഡറിൽ തന്നെ ഒരു ഫ്ലവർ പോലെ നന്നായി വെച്ച് കൊടുക്കണം. സോ നമ്മൾ പൊട്ടാറ്റോസ് ഈ ഓർഡറിൽ തന്നെ വെച്ചതിൻ്റെ ശേഷം ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുട്ടയെല്ലാം നന്നായി ഈക്വലി സ്പ്രെഡ് ചെയ്ത് വെക്കാം. സോ മുട്ട ഒഴിച്ചതിൻ്റെ ശേഷം ഈക്വലി ആയിട്ട് നമ്മൾ ചിക്കൻ മസാല ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് അരിക്കാൻ പാടില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ ചിക്കൻ മിക്സ് നന്നായി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊട്ടാറ്റോ വീണ്ടും ആ ഫ്ലവർ ഓർഡറിൽ പോലെ ലെയറായിട്ട് വെച്ച് കൊടുക്കാം.
ഇങ്ങനെ തന്നെ നമ്മൾ പൊട്ടാറ്റോസ് ഓർഡർ ആയിട്ട് വെക്കണം. അതിൻ്റെ ശേഷം നമ്മൾ 2 മുട്ട എടുത്തിട്ട് അതിൽ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യണം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ പൊട്ടാറ്റോ ലെയറിൻ്റെ മേലയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഈക്വലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. സോ 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തു. ഇനി ഇതൊന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇതിന് ആ ഒരു പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഇതൊക്കെ നമ്മൾ ഡൗൺ സൈഡ് ഇങ്ങനെ തന്നെ കിട്ടും. സോ ഇനി നമ്മൾ ഇതിൻ്റെ താഴത്തെ ഭാഗവും 10 മിനിറ്റ്സിൽ വരെ കുക്ക് ചെയ്യണം. ഇത് നമ്മൾ സെയിം പാനിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്തെടുക്കണം. സോ നമ്മൾ താഴത്തെ ഭാഗം 10 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് പിന്നെയും ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഇത് നോക്ക് ഫ്രണ്ട്സ്, നമ്മളെ പൊട്ടാറ്റോ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ഫോട്ടോസും കാണിച്ചു തരാം. നമ്മൾ വെറൈറ്റി പൊട്ടാറ്റോ ചിക്കൻ സ്നാക്ക് ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാം. ഇതൊരു ഈസി ഡിഷാണ്. അത്ര സാധനങ്ങളൊന്നും വേണ്ടാത്തൊരു ഈസി ഡിഷാണ്. സോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കും ഹാപ്പി ആവും, നമ്മളും ഹാപ്പി ആവും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യാം. പിന്നെ എപ്പോൾ നമ്മൾ വീഡിയോ വരുന്നതെന്ന് അറിയാൻ ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ താഴെയുള്ള ക്ലിക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിൻ്റെ അടുത്തും നമ്മളെ റെസിപ്പീസ് എല്ലാം ഷെയർ ചെയ്യാം. സോ അസ്സലാമു അലൈക്കും, റമദാൻ മുബാറക്.